ഹേ ഗായ്സ്, ഞാനെന്നുള്ളത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. ആദ്യമായിട്ട് ഒരു നാലമ്പല ദർശനത്തിന് പോകാന്ന് ഫാമിലി ആയിട്ട്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വേറെ തന്നെ ഒരു വൈബ്, സമാധാനം എന്നെല്ലാം പറഞ്ഞാലേ നമ്മൾ എല്ലാ ചിന്തകളിൽ നിന്ന് മാറി വേറെ തന്നെ ഒരു ലോകത്തേക്ക് പോകുന്നു. ആ രാവിലത്തെ ചായ കുടിയും അമ്പല ദർശനവും. കണ്ണൂർ ജില്ലയിലും ഇതുപോലെ നാലമ്പല ദർശനം ഉണ്ടെന്ന് എത്ര പേർക്കറിയാം. ഇപ്പോൾ കർക്കിടക മാസമായതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിന്. ഫസ്റ്റ് പോകേണ്ടത് നീർവേലിയിലില്ല ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ അവിടെ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഒരു പ്രത്യേക എനർജി എന്തുകൊണ്ടെന്ന് അറിയില്ല. എനിക്ക് ഈ യാത്ര വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിന് കേട്ടോ. ഒരുപാട് ക്യൂ നിൽക്കാനൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ അന്ന് ഭയങ്കര ക്ഷമയോടെ ഓരോന്നും കാത്തിരുന്ന് നടക്കകത്ത് കയറുന്നതും പ്രസാദം വാങ്ങിക്കുന്നതും. നമ്മൾ രണ്ടാമത് പോയത് പെരിഞ്ചേരി ശ്രീ വിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ. നാലമ്പല ദർശനത്തിന് ഒരു ഐതിഹ്യമുണ്ട്. അതൊന്നും എനിക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞാൽ എനിക്കാവില്ല, പക്ഷേ ഒരു വീഡിയോയിൽ ഞാനത് പൂർണ്ണമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. ഈ അമ്പലത്തിനും അതേപോലെ ഒരു പ്രത്യേകതയുണ്ട്. ഈ അമ്പലത്തിന് മീൻ തീറ്റ കൊടുക്കുന്നുണ്ട്. വലിയൊരു അമ്പലക്കുളമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും മനോഹരമാണ് കേട്ടോ. ഈ ഒരു പഴയ ആർക്കിടെക്ചറൽ സ്ട്രക്ചർ, അമ്പലത്തിൻ്റെ ആ ഒരു രൂപം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു പ്രത്യേക ഒരു എനർജി ആയിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലക്കുളം. വലിയ അമ്പലക്കുളമാണ്. ഇതിൽ നിറച്ചും മീനാണ് കേട്ടോ. ഫൈനലി ആ മീൻ കാക്കൊന്ന് കടിക്കുന്ന രംഗമുണ്ട്. ഇഷ്ടം പോലെ മീൻ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരും. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.